ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു അടിപൊളി കിഡിലൻ ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേക്കിൻ്റെ റെസിപ്പി ഞാൻ ടിക്ടോക്കിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ടിക്ടോക്കിൽ കണ്ട് ചെയ്ത സമയത്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഷേക്കിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഈത്തപ്പഴവും ചെറിയുമാണ്. അപ്പോൾ ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ഞാനിവിടെ അല്പം പാലൊഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്, മിക്സിയിൽ പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി കുതിർത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഈ പാലോട് കൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചെറി ഇട്ട് കൊടുക്കാം. ചെറി കൂടുതൽ വേണ്ട, അല്പം എടുത്താൽ മതി. ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ചെറി കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ചെറിയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ അല്പം എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഒരുപാടൊന്നും വേണ്ടി വരില്ല, ഈത്തപ്പഴവും ചെറിയൊക്കെ നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നല്ല ഐസാക്കി എടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ജാറ് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയും ഈത്തപ്പഴവും ഒക്കെ ഇവിടെ നന്നായിട്ട് പാലിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പോ ബദാമോ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്കിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അല്പം അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ അല്പം നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പല കളറിലുള്ള ഷുഗർ ബോൾസോ ഷുഗർ വെർമിസെല്ലിയോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ അല്പം സ്ട്രോബെറിയുടെ ക്രഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഒരു സ്ട്രോബെറിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിഡിലൻ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്